കോഴിക്കോട് മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടി. AEO എത്തി രേഖകൾ ഏറ്റുവാങ്ങി. സ്കൂൾ താൽക്കാലികമായി കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലേക്ക് മാറ്റി. മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ ആഹ്ലാദത്തോടെയാണ് സമരസമിതിയും നാട്ടുകാരും സ്വീകരിച്ചത്. എന്നാൽ തൊട്ടുപിന്നാലെ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് നടപ്പിലാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതോടെ ആശങ്കയുടെ നിമിഷങ്ങളായി. സംസ്ഥാന സർക്കാർ സ്കൂൾ ഏറ്റെടുക്കുമെന്നറിയിച്ചതിനെ തുടർന്ന് വൈകുന്നേരം 4 മണിയോടെ ചേർന്ന സർവകക്ഷി യോഗം സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നടപടിക്രമങ്ങൾ തടയേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. കളക്ടർ N. പ്രശാന്തും വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഗിരീഷ് ചോലയിലും സർവകക്ഷി യോഗത്തിലെത്തി വിദ്യാർത്ഥികൾക്ക് കളക്ടറേറ്റിൽ പഠന സൗകര്യമൊരുക്കുമെന്ന് അറിയിച്ചു. ഈ ഗവൺമെൻറ് LDF ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അപ്പീൽ പോയത് സുപ്രീം കോടതിയിൽ. ആ അപ്പീൽ പരിഗണിക്കാതെ വന്നപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ സ്കൂൾ അക്വയർ ചെയ്തെടുക്കാൻ ഗവൺമെൻറ് ഇന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ സ്കൂൾ നിലനിന്ന് കിട്ടണമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഏത് കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളെ കുട്ടികളെ ഏറ്റവും ഭദ്രമായിട്ട് ഇവിടെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പൊതുസ്വത്താണ്, അത് സംരക്ഷിക്കുന്ന ആ കാര്യവും ഞങ്ങൾ കലക്ടറുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമായ നടപടി സ്വീകരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് കലക്ടറുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കളക്ടറേറ്റിലേക്ക് മാറ്റി. 5 മണിയോടെ AEO KS കുസുമം സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്കൂളിന് താഴിട്ടു. നാളെ മുതൽ വിദ്യാർത്ഥികൾ കളക്ടറേറ്റിലൊരുക്കുന്ന പ്രത്യേക സൗകര്യത്തിൽ പഠനം നടത്തും. നിയമ നടപടികൾ പൂർത്തിയാക്കി സർക്കാർ ഉടൻ തന്നെ സ്കൂൾ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി പ്രവർത്തകർ. അതുവരെ സ്കൂളിന് മുന്നിൽ പ്രതിഷേധ സമരം തുടരും. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലാപ്പറമ്പ് AUP സ്കൂൾ ഉൾപ്പെടെ പൂട്ടുന്ന 4 സ്കൂളുകൾ ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനം. കോടതി വിധിക്ക് വിധേയമായിട്ടാകും നടപടികളെന്നും സർക്കാർ വ്യക്തമാക്കി. സ്കൂളുകൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥും പറഞ്ഞു. അതേസമയം മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ആദ്യം കോടതി ഉത്തരവ് നടപ്പാക്കാനും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മലാപ്പറമ്പ് AUP സ്കൂൾ, മാങ്ങാട്ടുമുറി, കിരാലൂർ, പാലോട്ടുവയൽ എന്നീ സ്കൂളുകൾ ഏറ്റെടുക്കാനാണ് സർക്കാർ തീരുമാനം. മാനേജ്മെന്റിന് നഷ്ടപരിഹാരം നൽകിയായിരിക്കും സ്കൂളുകൾ ഏറ്റെടുക്കുക. സ്കൂളുകൾ അടച്ചു അതൊരു റിയൽ എസ്റ്റേറ്റ് ഏർപ്പാടാക്കുക എന്നതിനോട് ഗവൺമെൻറ് യോജിപ്പില്ല. അപ്പോൾ സ്കൂൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. കോടതി വിധിക്ക് വിധേയമായിട്ടാകും സ്കൂളുകൾ ഏറ്റെടുക്കുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥും വ്യക്തമാക്കി. കേരള വിദ്യാഭ്യാസ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ 2 വിധിക്കും വിധേയമായതുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള സർക്കാരിൻ്റെ അഭിപ്രായം നടപ്പിലാക്കാൻ ശ്രമിക്കും. ഈ ബാധ്യത ആയാൽ പോലും പൊതുവിദ്യാഭ്യാസം നിലനിർത്തണം എന്നുള്ളതാണ് സംഘം. എന്ത് ബാധ്യതയായത്? സ്കൂൾ ഏറ്റെടുക്കുന്നതിൽ നിയമപരമായ തടസ്സങ്ങളില്ലെന്ന് നിയമ സെക്രട്ടറിയുടെ ഉപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാർ തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ആദ്യം സ്കൂൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവ് നടപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് J. ശങ്കരൻ നമ്പ്യാരാണ് ആദ്യം കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്നും വ്യക്തമാക്കിയത്. രാവിലെ കേസ് പരിഗണിച്ചപ്പോൾ സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ് കോടതിയെ അറിയിച്ചപ്പോഴായിരുന്നു കോടതി നിലപാട് വ്യക്തമാക്കിയത്. സ്കൂൾ അടച്ചുപൂട്ടിയ ശേഷം കോടതിയെ അറിയിക്കണമെന്നും ജസ്റ്റിസ് J. ശങ്കരൻ നമ്പ്യാർ ഉത്തരവിട്ടു. വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും സ്കൂൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സ്കൂൾ മാനേജർ പത്മകുമാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കൊച്ചി. മലാപ്പറമ്പ് സ്കൂളിന് പിന്നാലെ തൃശൂർ കിരാലൂർ സ്കൂളും സർക്കാർ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം വന്നതോടെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. സ്കൂൾ സർക്കാർ ഏറ്റെടുക്കുന്നതോടെ 40 കുട്ടികൾക്കാണ് അധ്യയന സൗകര്യങ്ങൾ തിരികെ ലഭിക്കുന്നത്. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി രക്ഷകർത്താക്കൾ പ്രതികരിച്ചു. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് മെയ് 30 അടച്ചുപൂട്ടിയ കിരാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂളാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. സ്കൂൾ അടച്ചുപൂട്ടിയെങ്കിലും പ്രതിഷേധ സൂചകമായി പ്രവേശനോത്സവം നടത്തി സ്കൂളിൽ ക്ലാസ് നടത്തിവരികയായിരുന്നു. മലാപ്പറമ്പ് സ്കൂളിന് പിന്നാലെ കിരാലൂർ സ്കൂളും സർക്കാർ ഏറ്റെടുക്കുമെന്നറിഞ്ഞതോടെ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ആഹ്ലാദത്തിലായി. അതുപോലെ മറ്റ് ഓഫീസർമാര്, സർക്കാർ എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അവരോട് പ്രത്യേകം നന്ദി പറയുന്നു. സ്കൂളിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിവന്ന രക്ഷിതാക്കളും സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. കുഞ്ഞുമക്കൾക്ക് ഈ ടീച്ചർമാരെ തിരിച്ചു കിട്ടി, ഈ സ്കൂൾ തിരിച്ചു കിട്ടി, അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം സ്വകാര്യ സ്കൂളുകളിൽ കുട്ടികളെ അയക്കാനാവാതെ പ്രതിസന്ധിയിലായിരുന്നു രക്ഷിതാക്കൾ. സമരം വിജയം കണ്ടതോടെ ഇവർക്കുണ്ടായ ആശ്വാസം ചെറുതല്ല. ഇത്ര വേഗം സർക്കാർ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങളൊക്കെ പഠിച്ചു വളർന്ന സ്കൂളും കൂടിയാണിത്. ഈ നാട്ടിലൊരു പൊതു സ്കൂളും കൂടിയാണ്. തിരിച്ചു കിട്ടിയാൽ വളരെയധികം സന്തോഷമുണ്ട്. തീരുമാനമറിഞ്ഞതോടെ സ്കൂളിന് മുന്നിൽ സമരം നടത്തിവന്ന സ്കൂൾ സംരക്ഷണ സമിതി സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
സർക്കാർ ജീവനക്കാർ അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റിലെ ഇടനിലക്കാരെ നിലയ്ക്ക് നിർത്തണമെന്നും ഫയലുകളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ നെഗറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായത്തിന് പകരം ഒരു പോസിറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായം നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയൊക്കെ ജനങ്ങളെ സഹായിക്കാം, ഇതായിരിക്കണം സ്വാഭാവികമായും നാം ഫയൽ നോക്കുമ്പോൾ അടിസ്ഥാനമായി സ്വീകരിക്കേണ്ട സമീപനം. അഴിമതി, കൈക്കൂലി അടക്കമുള്ള ദുഷിപ്പുകളിൽ നിന്ന് മാറി നിൽക്കാൻ ജീവനക്കാർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നിങ്ങൾ അഴിമതി മുക്തരായാൽ മാത്രം പോരാ, നിങ്ങൾ ഉപയോഗിച്ച് അഴിമതി നടത്താൻ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ അത് തടയാനുള്ള ജാഗ്രത കൂടി നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അഴിമതിക്ക് നേരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഉദ്യോഗസ്ഥർ നിശ്ചിത സമയത്തിനുള്ളിൽ ഫയലുകളിൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കൃത്യമായി ജീവനക്കാർ ഓഫീസിലെത്തി അവരുടെ കസേരകളിലിരുന്ന് ജോലി ചെയ്യാൻ തയ്യാറാകണമെന്നും പറഞ്ഞു. ഫയലുകളിൽ കാലതാമസം വരുത്തുന്നവർ തന്നെ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു നവകേരളത്തിൻ്റെ സൃഷ്ടിക്കാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും കലവറയില്ലാത്ത പിന്തുണയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടാനിടയാക്കിയത് മുൻ സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടിയ ദിനം പൊതുവിദ്യാഭ്യാസ രംഗത്തെ കറുത്ത ദിനമായിരുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂം വിദ്യാർത്ഥികൾക്കായി സമർപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാധാരണക്കാരന്റെ മക്കൾക്ക് പഠിക്കാൻ കഴിയുന്ന സംവിധാനം തകർക്കാനാവില്ല. നിലവിലുള്ള പൊതുവിദ്യാഭ്യാസ സംവിധാനം തകർന്നാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. അത് അനുവദിക്കാനാവില്ല. കോടതി നിഷേധ രൂപത്തിൽ ഉള്ള നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ കെടുതിയാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. ആ മാനേജ്മെൻറ്റിന് ആ സ്കൂൾ കെട്ടിടവും സ്ഥലവും വിൽക്കാൻ അവകാശമുണ്ട് എന്നിടത്ത് കോടതി നിൽക്കുകയാണ്. സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഫലത്തിൽ തടയുന്ന നിലപാടും എടുത്തിരിക്കുകയാണ്. സ്കൂൾ അടച്ചുപൂട്ടാൻ മുൻ സർക്കാർ അനുമതി നൽകിയത് റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾക്ക് വഴങ്ങിയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഏത് നിലയായാലും പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ സർക്കാർ അതിനുതകുന്ന നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നിയമത്തിലും ചട്ടങ്ങളിലും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാകും. തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂളിലെ നവീകരിച്ച ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രി സമർപ്പിച്ചു. മോഡൽ സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള മിഷൻ മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 116 വർഷം പഴക്കമുള്ള ക്ലാസ് മുറികൾ നവീകരിച്ചത്. കെട്ടിടത്തിന്റെ പൈതൃക സ്വഭാവം നഷ്ടപ്പെടുത്താതെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന പോലീസ് സേനയിലുള്ളവരും IAS IPS ഉദ്യോഗസ്ഥരും അവരുടെ പ്രവർത്തനത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരേണ്ടതില്ലെന്നും ഇക്കാര്യം എല്ലാവരും ഓർക്കേണ്ടതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് സേനയിലുള്ളവർ അവരുടെ കർത്തവ്യം നിർവഹിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ പോലീസുകാർക്ക് രാഷ്ട്രീയം പറയാൻ അവകാശമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണികണ്ഠൻ നായർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസിലായാലും ഉയർന്ന ഉദ്യോഗസ്ഥരിലായാലും സിവിൽ സർവീസിലെ IASകാരായാലും പോലീസ് സേനയിലെ IPSകാരായാലും ആരിലും രാഷ്ട്രീയമുണ്ടാകും, അതായത് രാഷ്ട്രീയ ചിന്തയുണ്ടാകും. പക്ഷെ അവരുടെ കർമ്മത്തിൽ കക്ഷി രാഷ്ട്രീയമല്ല ഉണ്ടാകുക. ഇത് പോലീസ് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. പോലീസിൽ സേവനമനുഷ്ഠിക്കുന്ന ഏതൊരാളും ഓർക്കേണ്ട ഒരു കാര്യമാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റേതായ അതിപ്രസരം അത് വളരെ പ്രത്യേകമായ രീതിയിൽ, കാരണം ആർക്കും മതിപ്പ് തോന്നാനിടയില്ലാത്ത രീതിയിൽ പ്രകടിപ്പിക്കുന്ന നില പോലീസിലുണ്ടാകാൻ പാടില്ല. US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നു. തത്സമയം My dream is to economically empower them through many social and economical transformations, and do so by 2022, the 75th anniversary of India's independence. My to-do list is long and ambitious.
But you will understand it includes a vibrant rural economy with a robust farm sector, a roof over each head and electricity for all households. To skill millions of our youth, build 100 smart cities, have a broadband for 1 billion, and connect our villages to the digital world. And create a 21st century rail, road, and port infrastructure. These are not just aspirations. They are goals to be reached in a finite time frame and to be achieved with a light carbon footprint with greater emphasis on renewables. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി ജോൺ ബ്രിട്ടാസിനെ നിയമിച്ചു. അഡ്വക്കേറ്റ് MK ദാമോദരനെ മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്രതിഫലം കൂടാതെയാണ് ഇരുവരുടെയും നിയമനങ്ങൾ. മേജർ K മനോജ് കുമാറിന്റെ കുടുംബത്തിന് 5 സെന്റ് സ്ഥലവും വീടും അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ മാധ്യമോപദേഷ്ടാവായി ജോൺ ബ്രിട്ടാസിനെ നിയമിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്രതിഫലം കൂടാതെയുള്ളതാണ് നിയമനം. അഡ്വക്കേറ്റ് MK ദാമോദരനെ പ്രതിഫലം കൂടാതെയുള്ള നിയമോപദേഷ്ടാവായും നിയമിച്ചു. VSSC ഡയറക്ടറായിരുന്ന ചന്ദ്രദത്തനെ ശാസ്ത്രോപദേഷ്ടാവായി നിയമിച്ചതും പ്രതിഫലം കൂടാതെയാണ്. VJ കുര്യൻ IASനെ ജലവിഭവ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചു. കോസ്റ്റൽ ഷിപ്പിംഗ്, ഇൻലാൻഡ് നാവിഗേഷൻ, അന്തർ സംസ്ഥാന ജലസെൽ എന്നിവയുടെ അധിക ചുമതല കൂടി ഇദ്ദേഹത്തിനുണ്ടാകും. ഗതാഗത വകുപ്പ് സെക്രട്ടറി ജ്യോതിലാലിന് മൃഗസംരക്ഷണം, ഡയറി, മൃഗശാല എന്നിവയുടെ അധിക ചുമതല നൽകി. ഡോക്ടർ B അശോകിനെ ആയുഷ് വകുപ്പ് സെക്രട്ടറിയായി നിയമിച്ചു. റാണി ജോർജ് IASന് മ്യൂസിയം, ആർക്കിയോളജി, ആർക്കൈവ്സ് വകുപ്പുകളുടെ അധിക ചുമതല നൽകി. T ഭാസ്കരനെ ലാൻഡ് ബോർഡ് സെക്രട്ടറിയായി നിയമിച്ചു. പത്മകുമാറിനെ ലാൻഡ് റവന്യൂ ബോർഡ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. കയർ വകുപ്പ് ഡയറക്ടറുടെ അധിക ചുമതലയും ഇദ്ദേഹത്തിനുണ്ടാകും. കൊച്ചി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറുടെ അധിക ചുമതല ജില്ലാ കളക്ടർ രാജമാണിക്യത്തിന് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മഹാരാഷ്ട്രയിലെ കേന്ദ്ര ആയുധ സംഭരണശാലയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മേജർ K മനോജ് കുമാറിന്റെ കുടുംബത്തിന് 5 സെന്റ് സ്ഥലവും വീടും അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മനോജ് കുമാറിന്റെ മാതാപിതാക്കൾക്ക് പ്രതിമാസം 5000 രൂപ പെൻഷൻ നൽകും. മനോജിന്റെ ഭാര്യയുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി നൽകാൻ കേന്ദ്ര സർക്കാരിനോട് സർക്കാർ അഭ്യർത്ഥിക്കും. അത് നിരസിക്കപ്പെട്ടാൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് ജോലി നൽകും. തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുങ്ങിമരിച്ചവർക്ക് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സ്കൂൾ പ്രവേശന ദിവസം സ്കൂൾ വരാന്തയിൽ തൂൺ തകർന്ന് വീണ് മരിച്ച മുഖത്തലയിലെ നിശാന്തിന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപ ധനസഹായം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി സമ്മേളനം ഈ മാസം 10 മുതൽ 13 വരെ തിരുവനന്തപുരത്ത് നടക്കും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് സുഭാഷിണി അലി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇത് അറിയിച്ചത് ഭാരവാഹികളാണ്. 12-ന് നടക്കുന്ന സുഹൃത്ത് സമ്മേളനം മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. 13-ന് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഡോക്ടർ TN സീമ, TS രഘുലാൽ, ഡോക്ടർ KM ദിലീപ്, R പാർവതി ദേവി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലയിലെ കുട്ടികൾക്കായി ഗുഡ്വിൻ ഗ്രൂപ്പ് കലാമത്സരം സംഘടിപ്പിക്കുന്നു. യുവജന ഉത്സവ് 2016 എന്ന പേരിലാണ് കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഗുഡ്വിൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ സുനിൽ കുമാറും സുധീഷ് കുമാറും വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്കൂൾ, കോളേജ് തലങ്ങളിൽ നിന്ന് നൃത്തവിദ്യാലയങ്ങളിൽ നിന്നും ഇതിന് പുറത്തുള്ളവർക്കും പങ്കെടുക്കാം. തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ അടുത്ത മാസം 3 മുതൽ 17 വരെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഗുഡ്വിൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാർ അറിയിച്ചു. KPCCയുടെ കീഴിലുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് നോട്ടീസ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള 5 പ്രതികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷമായിട്ടും കുടിശ്ശിക തുക നൽകാത്തതിനെ തുടർന്നാണ് കരാറുകാരൻ കോടതിയെ സമീപിച്ചത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ കോടതി കയറ്റുന്ന അവസ്ഥയിലെത്തിച്ച് സംസ്ഥാന കോൺഗ്രസ് ഘടകം. KPCCയുടെ കീഴിൽ നിർമ്മിച്ച രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസാണ് സോണിയാഗാന്ധിയെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്.
കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷമായിട്ടും പണം ലഭിക്കാത്തതിനെ തുടർന്നാണ് കരാറുകാരായ ഹിദർ കൺസ്ട്രക്ഷൻസ് കോടതിയെ സമീപിച്ചത്. പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ഒന്നാം പ്രതിയായ കേസിൽ മുൻ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, നിലവിലെ KPCC അധ്യക്ഷൻ VM സുധീരൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഹിദൂർ മുഹമ്മദ് എന്നിവരാണ് മറ്റു പ്രതികൾ. കെട്ടിടത്തിന്റെ കുടിശ്ശികയായ 2.8 കോടിയിലേറെ രൂപ പലിശയും ചേർത്ത് കിട്ടണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജി പരിഗണിച്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ചു. 2013 സെപ്റ്റംബറിലാണ് കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കി സോണിയാഗാന്ധി ഉദ്ഘാടനം നിർവഹിച്ചത്. ബില്ലുകൾ പരിശോധിച്ച് 1 മാസത്തിനകം പണം കൊടുക്കുന്ന രീതിയിലാണ് KPCC നിലപാട് കൈക്കൊണ്ടിരുന്നത്. എന്നാൽ കരാറുകാരൻ സോണിയാഗാന്ധിയെ സമീപിച്ചിട്ടും പണം ലഭിക്കാത്തതിനെ തുടർന്നാണ് നിലവിൽ നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. സംഭവത്തിൽ കരാറുകാരന് പണം നൽകുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും എന്നാൽ വിഷയം കോടതിക്ക് പുറത്തുവച്ച് ഒത്തുതീർപ്പാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ബില്ലുകൾ പരിശോധിച്ച ശേഷം അത് ബോധ്യപ്പെട്ട തുക കരാറുകാരന് നൽകും. അതിനകത്ത് കാലതാമസം ഉണ്ടാകില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.